സംസ്ഥാന ചെയർമാനാണ് എം സുബ്ബു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഇത് എറണാകുളം ജില്ലാ സെക്രട്ടറി റോബിൻസൺ, സുജിത്ത്, ഇത്ര ആളുകളാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. മറ്റൊരാളുകൂടെ വരാനുണ്ട്. ഇങ്ങനെ വഴിക്ക് മുഴുവൻ ബ്ലോക്കാണുള്ളത്. ഇതുപോലെ ഒരു ബ്ലോക്ക് ഈ ഗവൺമെൻറ് അധികം കാണാം. മറ്റു കാര്യങ്ങൾ പാർട്ടിയുടെ ചെയർമാൻ നിലയിൽ അദ്ദേഹം ആരംഭിക്കും. എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കും. പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 2 വർഷമായി മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് 2023 നവംബർ മാസം 1-ാം തീയതി ജീവൻ രക്ഷാ പ്രചരണ ക്യാമ്പയിൻ ആയിട്ട് 6 ജില്ലകളിൽ ഞങ്ങൾ വാഹന പ്രചരണ ക്യാമ്പയിൻ നടത്തി. പൊളിറ്റിക്സിന് അതീതമായി സാമൂഹിക സാംസ്കാരിക സംഘടന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് 130 വർഷം പഴക്കം ചെന്ന ഈ മുല്ലപ്പെരിയാർ ഡാം 1978 സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് 142 അടിയിൽ നിന്നും ഡാമിന് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞ് 136 അടിയിലേക്ക് ജലം താഴ്ത്തിയിട്ട് പോയത്. അത് പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസുകൾ നടക്കുന്നുണ്ട്. 142 അടിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പം 155 അടി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ വ്യാപകമായ സമരം നടക്കുകയാണ്. 136 അടിയിലേക്ക് ഈ ജലം താഴ്ത്തിക്കൊണ്ട് 2014 സുപ്രീം കോടതിയിൽ ഒരു നിർദ്ദേശമുണ്ട്. മെയ് 7-ാം തീയതി ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ട് ഡാമിലെ ജലവിധാനം കുറച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അടിയന്തര സുരക്ഷ തമിഴ്നാടിന് വെള്ളം കൊടുക്കാമെന്ന് സുപ്രീം കോടതി ഒരു നിർദ്ദേശമുണ്ട്. എൻ്റെ കോപ്പിയാണ് തരാത്. അപ്പോൾ ഈ ടണൽ നിർമ്മിച്ചുകൊണ്ട് കേരളത്തിന് അടിയന്തര സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ സമരരംഗത്താണ്. മഴക്കാലമാകുമ്പോൾ നിരവധി സംഘടനകൾ മുല്ലപ്പെരിയാറിന് പേര് സമരമായിട്ട് ഇറങ്ങും. 2-3 മാസം കഴിയുമ്പോൾ അവർ കയറിപ്പോകും. പക്ഷേ ഇപ്പം മുല്ലപ്പെരിയാർ സുരക്ഷിതമാകുന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് പോലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പത്രങ്ങളിൽ വന്നതാണ്. ന്യൂയോർക്ക് ടൈംസ് പോലും നമ്മുടെ രാജ്യത്തോടും ലോകരാജ്യങ്ങളോടും പറഞ്ഞു, ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന 4 ഡാമുകളിൽ ഒരെണ്ണമാണ് മുല്ലപ്പെരിയാർ എന്ന്. നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സിൽ നിൽക്കുന്ന XY ഒരു കക്ഷികളും ഇതിനെക്കുറിച്ച് ഒരു അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ധരിപ്പിക്കുകയോ സുപ്രീം കോടതി ധരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. 2018 ഫ്ലഡിൽ തന്നെ ഇടുക്കി ഡാമൊക്കെ തുറന്നു വിട്ടപ്പോൾ ആ ചപ്പാത്തിലും ചെറുതോണിയിലുമുള്ള നിരവധി ആളുകൾ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതത്തിലും കെടുതിയിലും വിട്ട് മരണമടയുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോഴും ആ ഫ്ലഡിലെ ചെളികൾ കൊച്ചിയുടെ പല മേഖലകളിലും ഇപ്പോഴും കൂമ്പാരം കൂട്ടി കിടക്കുന്നുണ്ട്. അപ്പം മുല്ലപ്പെരിയാർ ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ 90 വയസ്സായ ഒരു മനുഷ്യൻ വീണ്ടും 100 വർഷം കൂടെ ജീവിക്കൂ എന്ന് പറയുന്ന പോലെയാണ് ബഹുമാനപ്പെട്ട കോടതിയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇവിടുത്തെ കേരള ഗവൺമെൻറ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 18-ാം തീയതി തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തുകയാണ്. കർണാടകയുടെ ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചുക്കി ആ മേഡമാണ് ഈ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. നഞ്ചുണ്ടസ്വാമി, ചുക്കി നഞ്ചുണ്ടസ്വാമി എന്നാണ് മേഡത്തിൻ്റെ പേര്. അവർ പൊളിറ്റിക്സിന് അതീതമായി കർണാടകത്തിലും മറ്റ് നോർത്ത് ഇന്ത്യയിലെല്ലാം ഈ കാർഷിക സമരങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ, രാജേഷ് ടിക്കായത്തിൻ്റെ കൂടെ ഡൽഹി ഭൂസമരത്തിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മേഡമാണ്. ഞങ്ങൾ ആദ്യം പ്രിയപ്പെട്ട മേധാ പതേക്കറെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും മേഡത്തിന് നിരവധി കേസുകൾ സുപ്രീം കോടതിയിലുള്ളതുകൊണ്ട് ഫ്രീ ആകാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം മേഡമാണ് ഞങ്ങൾക്ക് ഡേറ്റ് തന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ഇപ്പം ഞങ്ങൾ ചുക്കി നഞ്ചുണ്ടസ്വാമിയെ ഈ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾക്ക് 18-ാം തീയതിക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി മാറും. കാരണം എന്താണെന്ന് ചൈനയിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ചരിത്രങ്ങൾ അറിയാവുന്നവർക്കും പഴമക്കാർക്കും അറിയാം. ബാങ്ക്യാവോ ഡാം തകർന്നത് 978 ചൈനയിലെ ചിയാങ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഈ ഡാം
തകരുമെന്ന് ചൈനയിലൂടെ ഉടനീളം പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ ചൈന ഗവൺമെന്റ് പറഞ്ഞു തകരില്ല എന്ന് പറഞ്ഞ അഡീഷണൽ ആയിട്ട് റഷ്യൻ എഞ്ചിനീയർ വിസ്മയമാണ്, ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് റഷ്യയുടെയാണ്, അവർ പണിതാണ്, തകരില്ല എന്ന് പറഞ്ഞിട്ട് ചൈന ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇതിന്റെ ഫ്രണ്ടിൽ 62 ഡാമുകളുണ്ട്. ഈ ബാങ്കിയോ ഡാം തകർന്നാൽ ഈ 62 ഡാമുകൾ പിടിച്ചു നിർത്തുന്നതാണ്. പക്ഷേ 78 തകർന്നപ്പോൾ 62 ഡാമുകൾ തകർത്തുകൊണ്ട് കടലിലേക്ക് 2 ലക്ഷം ജനങ്ങളെ കൊണ്ടാണ് അന്ന് പോയത്. 30,000 ജനങ്ങള് മരത്തിന് മുകളിലും കെട്ടിടങ്ങളെല്ലാം അള്ളിപ്പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടാതെയും ശവശരീരങ്ങൾ തിന്ന് സാംക്രമിക രോഗങ്ങൾപ്പെട്ടും മരണമടയുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മുല്ലപ്പെരിയാർ അത് പണിതപ്പോൾ തന്നെ ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്കുക്ക് പറഞ്ഞത് 50 വർഷത്തെ കാലപ്പഴക്കമാണ് ആ ഡാമിന് പറഞ്ഞത്. ഇന്ന് 130 വർഷം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടൊരു ഇപ്പം മെട്രോ ശ്രീധരൻ സാറെ പോലെ ഉള്ളവരൊക്കെ ആയിട്ട് അദ്ദേഹം ഇന്ത്യയിലെ വലിയൊരു എഞ്ചിനീയർ വിസ്മയമാണ് മെട്രോ ശ്രീധരൻ സാറ്. അദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി അഭിമുഖം നടത്തുകയും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ട് വെള്ളം ഒരു 130 അടിയിലേക്കോ 120 അടിയിലേക്കോ താഴ്ത്തിക്കൊണ്ട് ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ആ നിർദ്ദേശം നടപ്പാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് അടിയന്തരമായ സുരക്ഷ കിട്ടും. അത് കേരള ഗവൺമെന്റ് അടിയന്തരമായിട്ട് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഗവർണർക്ക് നിവേദനം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യയുടെ പ്രസിഡന്റിന്, 540 MP-മാർക്ക്, 35 ഗവർണർമാർക്ക്, 35 CM-ന്, ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഞങ്ങൾ ഈ കാര്യകാരണങ്ങളെല്ലാം കാണിച്ച് നിവേദനം കൊടുത്തു. കാരണം ഇവിടെ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ ആരും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. വയനാടൊക്കെ ആ മുണ്ടക്കൈ ഗ്രാമമൊക്കെ ആ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ മാധവ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടൊക്കെ അത് പഠിക്കാനും അതൊക്കെ നടപ്പാക്കാനും തയ്യാറായിരുന്നെങ്കിൽ വയനാടൊന്നും ഈ 10-600 മനുഷ്യ ജീവിതങ്ങൾ ചെളിയിൽ പുതഞ്ഞ് മരിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ല, ഇന്നല്ലെങ്കിൽ ഈ തലമുറയിലെ അടുത്ത തലമുറ മുല്ലപ്പെരിയാർ വലിയൊരു ജലബോംബാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അടിയന്തരമായിട്ടും ഇത് രാഷ്ട്രീയത്തിന് അതീതമായി അടിയന്തരമായിട്ടും ഈ വിഷയം കേന്ദ്ര